കേരളത്തിലിതാ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്തല്ലേ, എനിക്ക് സന്തോഷമുണ്ട്. അതിപ്പോ എന്റെ പൊളിറ്റിക്സ് ലെഫ്റ്റ് ആണ് എന്നതുകൊണ്ട് മാത്രമൊന്നല്ല, എനിക്ക് ഈ സർക്കാർ തുടരണം എന്ന് പറയാൻ കുറെ കാരണങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷം എനിക്ക് ഈ സർക്കാർ തന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ്. എത്ര ആരോപണങ്ങൾ കൊണ്ടുവന്നു പിണറായി വിജയൻ സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ, പക്ഷെ ഒരെണ്ണം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലാന്ന് മാത്രല്ല, ഞാൻ എന്തിനീ സർക്കാർ വേണ്ടെന്ന് പറയണം? എനിക്ക് ഈ സർക്കാർ പവർ കട്ടില്ലാത്ത 10 വർഷം തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ തല കുത്തി നിന്നിട്ടും ചിലർ നോക്കിയിട്ടും ഒരൊറ്റ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം തന്നിട്ടുണ്ട്. അഴിമതി ഇല്ലാത്ത 10 വർഷം തന്നിട്ടുണ്ട്. എന്റെ നാട്ടിലുള്ളവർക്കും എന്റെ വീട്ടിലുള്ളവർക്കും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന 10 വർഷം ഈ സർക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ മാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിലും റേഷൻ ഒരു ദിവസം പോലും മുടങ്ങാത്ത 10 വർഷം ഈ സർക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി സർക്കാർ സ്കൂളുകൾ അടച്ചു പൂട്ടാത്ത 10 വർഷം നമുക്ക് എല്ലാവർക്കും ഈ സർക്കാർ തന്നിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷവും തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡുകൾ രാജപാതകളാക്കി മാറ്റിയ 10 വർഷം തന്നിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ ഇന്റർനാഷണൽ നിലവാരമുള്ള ബിൽഡിംഗ് ലഭിച്ച 10 വർഷം തന്നിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവും പൂർത്തിയാക്കി വിമാന സർവീസും കപ്പൽ സർവീസും തടസ്സമില്ലാതെ നടക്കുന്ന 10 വർഷം തന്നിട്ടുണ്ട്. ഇനി ലോകത്തിന് തന്നെ മാതൃകയായ വാട്ടർ മെട്രോ അത് പൂർത്തിയാക്കിയ തടസ്സമില്ലാതെ സർവീസ് തുടരുന്ന 10 വർഷം തന്നിട്ടുണ്ട്. വ്യവസായങ്ങൾ വർദ്ധിച്ച 10 വർഷം തന്നിട്ടുണ്ട്. ഓഖിയും പ്രളയവും കൊറോണയൊക്കെ വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഉരുൾപൊട്ടലിലും ഒക്കെ തളരാതെ നിന്ന ഒരു കാലം തന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ 10 വർഷം തന്നിട്ടുണ്ട്. ജാതി മത സംഘടനകളൊന്നും ഭരണത്തിൽ ഒരു തരത്തിലും ഇടപെടാത്ത 10 വർഷം തന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മുച്ചൂടും തകർക്കാൻ നോക്കിയിട്ടും തളരാതെ മുന്നോട്ട് കുതിച്ച 10 വർഷം തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, സർക്കാരിന്റെ വരുമാനം കൂട്ടിയ 10 വർഷം തന്നിട്ടുണ്ട്. കേരളത്തിൽ ആഭ്യന്തര വരുമാനം കൂടുകയാണെന്ന് പറഞ്ഞത് RBI ആണ് കേട്ടോ, ഞാനല്ല. അതുകൊണ്ട് 10 വർഷത്തിന് പിറകോട്ടുള്ള ആ ടൈം എന്റെ അമ്മോ എനിക്ക് ഓർക്കാനും കൂടി വയ്യേ. ഇനിയും കറണ്ട് ഇല്ലാത്ത, റോഡ് കുണ്ടും കുഴിയായ, പുസ്തകം കിട്ടാത്ത, ട്രഷറി പൂട്ടിയ, മരുന്നും ചികിത്സയില്ലാത്ത, പട്ടയവും വീടും ഇല്ലാത്ത, പെൻഷൻ കിട്ടാത്ത കാലത്തേക്ക് പോകാൻ എന്തായാലും തൽക്കാലം ഞാൻ ഓപ്റ്റ് ചെയ്യില്ല. അപ്പോ ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞതുപോലെ കേരളം is longing for third edition of LDF.